ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഇന്നിപ്പം നിങ്ങളുടെ മുന്നിലൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ ഇപ്പം ഒരു ഫിലിമിൽ അഭിനയിച്ചു. അതിൻ്റെ പ്രൊമോഷനായിട്ട് നമ്മുടെയൊക്കെ മുന്നിൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ ആ ബിഹേവിയർസിനെ ആറ്റിറ്റ്യൂഡിനെയും ഒക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർ വളരെ മോശമായ കമൻറ്റുകൾ ഇട്ട് ഞാൻ കണ്ടു. ഈ കമൻറ്റിൽ ഇടുന്ന ആൾക്കാരോട് എനിക്ക് പറയേണ്ടത്, നിങ്ങൾക്കിങ്ങനെ ഒരു റൂമിൽ ഇരുന്ന് ഒരു മൊബൈൽ എടുത്ത് വെച്ച് ഇങ്ങനെ മോശമായ കമൻറ്റുകൾ ഇട്ടാൽ മതി. ആ കുട്ടി ഒന്നാമത് പുറം രാജ്യത്ത് പഠിച്ചൊരു കുട്ടിയാണ്. അതിന് ഇത്രയും ആദ്യമായിട്ടാണ് ഇത്രയും ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ കുട്ടി സംസാരിക്കാൻ വരുന്നത്. അപ്പം മലയാളം സംസാരിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പുറം ലോകത്ത് പഠിച്ചതുകൊണ്ട് അവിടുത്തെ ഒരു രീതിയിലാണ് ആ കുട്ടി സംസാരിക്കുന്നത്. പൊതുവേ ഇംഗ്ലീഷുകാരൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ച് ബോഡി ഷേക്കിങ് ചെയ്താണ് സംസാരിക്കുന്നത്. ആ കുട്ടി അവിടെ വളർന്നുകൊണ്ട് ആ ഒരു രീതിയാണ് ആ കുട്ടി കാണിച്ചിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്താണ് ഇങ്ങനെ, അങ്ങനത്തെ രീതിയൊന്നും അല്ല. നിങ്ങൾക്കൊക്കെ ഒരു നിങ്ങളൊന്നും ഈ കമൻ്റ് ഇടുന്നവരൊന്നും ഈ പുറലോകത്ത് പോയി സഹകരിച്ചിട്ടുള്ളവരല്ല. അപ്പം ഇത്തരം മോശം കമൻറ്റുകൾ ഇട്ട് ഇങ്ങനെ ഇരുന്ന് കമൻ്റ് ഇടാൻ മാത്രമേ ഇവർക്കറിയാം. അല്ലാത്ത ഒരു കഴിവും ഈ കമൻ്റ് ഇടുന്നവർക്കില്ല. ആ കുട്ടിയിൽ എന്താണ് നിങ്ങളൊരു പ്രശ്നം കണ്ടെത്തിയത്? ഓടി നടന്ന് എല്ലാവരുടെ പോയി സംസാരിച്ചു. പിന്നെ സംസാരിക്കുമ്പോൾ കുറച്ച് ശരീരം ഇളക്കി സംസാരിച്ചു. അത് അതിൻ്റെ ഒരു രീതിയാണ്. ഒരു പുറം ലോകത്തുനിന്ന് സംസാരിച്ചു. ഒന്നാമത് ആദ്യമായിട്ടൊരു വേദി പങ്കിടുമ്പോൾ ഉണ്ടാവുന്ന ആദ്യത്തെ ഒരു അനുഭവമാണ്. അപ്പം അത്രയും ഇതോടാണ് ആ കുട്ടി സംസാരിച്ചത്. അല്ലാതെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടായിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നിങ്ങൾ പറയുന്നതിലുള്ള എന്തെങ്കിലും വിറയൽ രോഗം ഉണ്ടായിട്ടോ ഒന്നുമല്ല. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ മോശമായ കമൻറ്റുകൾ ഇടാൻ മാത്രമേ അറിയാവൂ. അല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് എന്ത് ഗുണമാണുള്ളത്? ഒരു ഗുണവുമില്ല. ഇങ്ങനെ മോശമായിരുന്നു കമൻ്റ് ഇടാൻ അറിയാം. പൊതുവേദിയിൽ വരേണ്ട രീതിയിലുള്ള ഒരു ഡ്രസ്സ് തന്നെ ധരിച്ചിട്ടാണ് ആ കുട്ടി. നല്ലൊരു ഡ്രസ്സ് ധരിച്ചിട്ടാണ് വന്നത്. ഇവിടെ നമ്മൾ പലരും കാണുന്നു, പല സ്റ്റാറുകളെയും കാണുന്നു, പല സ്റ്റാറുകളുടെ മക്കളെയും കാണുന്നു. എന്തൊക്കെ കാണിച്ച് എവിടെയൊക്കെ ബോഡി പാർട്സ് കാണിക്കാമോ അതെല്ലാം കാണിച്ചിട്ടാണ് വരുന്നത്. അത്ര വലിയ ജാടയോടാണ് വന്നിരുന്ന് സംസാരിക്കുന്നത്. കാലുമേ കാലും പൊക്കി വെച്ചിട്ടൊക്കെയാണ് ഓരോരുത്തർ സംസാരിക്കുന്നത്. പക്ഷേ ഈ കുട്ടിയുടെ ബിഹേവിയർസിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണ്ടോ? നിങ്ങൾ തന്നെ പറ. എന്തെങ്കിലും അത്തരത്തിലുള്ളൊരു ജാട അല്ലെങ്കിൽ മോശമായ ഡ്രസ്സ് ധരിച്ചിട്ടോ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ മുന്നിൽ വളരെ റൂഡ്ലി ആയിട്ട് പെരുമാറുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ നിഷ്കളങ്കമായ രീതിയിലാണ് ആ പെൺകുട്ടി സംസാരിച്ചിട്ടുള്ളത്. പിന്നെ പെൺകുട്ടി എന്ന് വിളിക്കുമ്പം നിങ്ങൾ 35 വയസ്സായില്ലേ, പെൺകുട്ടിയാണോ സ്ത്രീയല്ലേ, എന്തോ ആയിക്കോട്ടെ. 35 വയസ്സായാലും അവളുടെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ സ്നേഹത്തിൻ്റെ ഇതുകൊണ്ട് ആ കുട്ടിയുടെ മൈൻഡ് ഇപ്പോഴും ഒരു ചെറിയ മനസ്സാണ്. ആ മനസ്സ്, അതിൻ്റെ ആ ഒരു പക്വതയാണ് ആ കുട്ടിക്കുള്ളത്. കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പം നിങ്ങളൊക്കെ ഇത്തരം മോശം കമൻ്റ് ഇടുമ്പോൾ നിങ്ങളെ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തി നോക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ എന്ന്. ഉണ്ട്, നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ മോശം കമൻറ്റുകൾ ഇട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് ആളാകാനുള്ള മാത്രം കഴിവുകളാണ് നിങ്ങൾക്കുള്ളത്. അവിടെ നിർത്തിക്കൂടെ? മലയാളികളെ നാണം കെട്ടവർ, നിങ്ങൾക്കൊന്നും ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടോ? ഇത്തരത്തിലൊരു കമൻ്റ് ഇട്ട് ഒരു പെൺകുട്ടിയെ ഇത്രയും മോശമായിട്ട് നിങ്ങൾക്ക് പറയാൻ? സമൂഹത്തിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നു, അതിനൊന്നും നിങ്ങൾക്ക് പ്രതികരിക്കണ്ടല്ലോ. ഇത്തരം മോഹൻലാൽ സാറിൻ്റെ മകളായതുകൊണ്ടാണോ നിങ്ങൾ ഇത്രയധികം ഇതൊക്കെ? വേറെ വല്ലവരൊക്കെയാണ് എന്തെങ്കിലും കാണിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്യാമറ സ്ക്രോൾ ചെയ്ത് സൂം ചെയ്ത് നോക്കും, അവിടെ എന്തെങ്കിലും കാണാനുണ്ടോ? അത് കണ്ട് നിങ്ങൾ ആസ്വദിക്കും. അതല്ലേ നിങ്ങളുടെയൊക്കെ പരിപാടി? അപ്പം ഇങ്ങനെ മോശം കമൻ്റ് ഇടുന്നവരുടെ ഒരു രീതി വേറെയാണ്. അപ്പം അത്തരം ആൾക്കാർക്കുള്ളതാണ് എൻ്റെ ഈ വീഡിയോ. ഇനി നിങ്ങൾ നിർത്തിക്കൂടെ? നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ പണി നോക്കിക്കൂടെ? മോശം, വളരെ മോശം. ഗൈസ്, ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത് പറഞ്ഞില്ലെങ്കിലേ ഈ എല്ലാ മലയാളികളും ഒരേപോലെ അല്ല എന്ന് നിങ്ങൾ ഒന്ന് വിലയിരുത്തുക. മനസ്സിലായോ? ഇനിയെങ്കിലും നിങ്ങളുടെയൊക്കെ കുറ്റങ്ങൾ ആദ്യം നോക്കി പഠിക്കുക, എന്നിട്ട് വേണം വർത്തമാനങ്ങൾ പറയാൻ. രോഗം, അത് ഇത് ഒന്ന് ബോഡി ഒന്ന് ഷേക്ക് ചെയ്താൽ അവർക്ക് എന്തോ വിറയൽ രോഗം. എന്തെങ്കിലും ഓപ്പണായിട്ട് സംസാരിച്ചാൽ പറയും, ഓ അങ്ങനെ സംസാരിച്ചു. മിണ്ടാതിരുന്നാൽ പറയും ജാട. എന്തെങ്കിലും മോശമായ ഡ്രസ്സ്, അത് കണ്ടോ അത്രയും വൃത്തിയായിട്ട് ഡ്രസ്സ് കഴിച്ചുകൊണ്ടോ എന്ന്. ഇങ്ങനെയൊക്കെ കണ്ടു പറയാനേ നിങ്ങൾക്കൊക്കെ അറിയാവൂ. നല്ലതിന് നല്ലതെന്നും ചീത്തയെന്ന് പറയാൻ ആർക്കും അറിയില്ല. നല്ലത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് നല്ലത് പറയത്തതുമില്ല. അതാണ് ഇവിടെയുള്ള ചില ആൾക്കാരുടെ ഒരു വൃത്തികെട്ട സ്വഭാവം. എന്ത് മനുഷ്യരാന്ന് നോക്കുക. ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തി ഒരു നല്ല മനുഷ്യന്മാരുടെ ഗുണം കാണിക്കൂ. നല്ലതിന് നല്ലതായിട്ട് അംഗീകരിക്കൂ. നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ ഇങ്ങനെയൊക്കെ പറയുന്നതിനൊരു ഇത് വേണ്ടേ? അതിൽ നിങ്ങളുടെയൊക്കെ വീട്ടിലുമുള്ള പെൺകുട്ടികളെയൊക്കെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പറഞ്ഞു എന്ന് പറഞ്ഞു നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമോ? ഇല്ലല്ലോ. ഒരു ലെജൻഡായ ഒരാളുടെ മകളാണ്.
അത്രയും ഒരു ജാട ഇല്ലാണ്ടാണ് ആ കുട്ടി ഇത്രയും പബ്ലിക്കിന്റെ മുന്നിൽ നിന്ന് എല്ലാവരോടും ഓടിപ്പോയി സഹകരിച്ച് മിണ്ടി കെട്ടിപ്പിടിച്ച്. ഇതൊക്കെ ആര് ചെയ്യും? എത്രയോ സ്റ്റാറുള്ള മക്കൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അത് അവർ വന്നിട്ട് കാലുമേ കാലും പൊക്കി ഇങ്ങനെ ജാടലിരിക്കലേ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ വല്ലതും വിസ്മയ മോഹൻലാൽ കാണിച്ചോ? നിങ്ങൾ തന്നെ പറ. ഒരു നിഷ്കളങ്ക സ്വഭാവമല്ലേ ആ കുട്ടി കാണിച്ചത്? അതിന് ഇത്രയധികം ആ കുട്ടിയെ സൈബർ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യം എന്താണ്? എന്തായാലും കൊള്ളാം. നമിച്ചു, നമ്മൾ നമിച്ചു ദൈവമേ. സത്യം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്.